നമുക്ക് കിട്ടുന്ന പിന്തുണ ഇത്ര ഉള്ളെങ്കിലും പക്ഷെ ഇന്നലെ എനിക്ക് മനസ്സിലായി നമ്മൾ പലസ്തീൻ ഇരകൾക്കൊപ്പം സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ബംഗാളിലെ ഹിന്ദുസ് നമ്മൾ റിയാക്ട് ചെയ്യണ്ടേ? അത് റിയാക്ട് ചെയ്യാൻ നേരത്തെ ഇവിടെ കുറെ ആൾക്കാർ മുന്നാസംഖ്യ വിളിയായിട്ടാണ് വന്നത്. നാട്ടിൽ കാശ്മീരി പണ്ഡിറ്റുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മതേതരം നല്ലതാണ്. ഞാനിവിടെ കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഞാനിവിടെ ഫേക്ക് മതേതരത്വം പറഞ്ഞിരിക്കുന്ന ആളൊന്നും. എൻ്റെ കൂടെ തുടങ്ങിയ പല ആൾക്കാരും 1,00,000 മുകളിൽ ഫോളോവേഴ്സൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബംഗാളിലെ ഹിന്ദുസുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതിന് ശേഷം എൻ്റെ കമന്റ് ബോക്സിൽ നിറയുന്ന മുന്നാസംഖ്യ വിളികളെ പറ്റിയും അല്ലെങ്കിൽ മുനമ്പത്ത് 610 കുടുംബത്തിന് വേണ്ടി നമ്മൾ സംസാരിച്ചപ്പോൾ അതിൻ്റെയും കമന്റ് ബോക്സിൽ നിറയുന്ന മുന്നാസംഖ്യ വിളികളെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല, ഞാൻ ഇരകൾക്കൊപ്പമാണ് നിന്നത്. പക്ഷെ ചില ആൾക്കാരെങ്കിലും നമ്മുടെ കമന്റ് ബോക്സ് വന്നിട്ട് നമ്മളെ വലിയ രീതിയിൽ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഫോളോവേഴ്സ് പല ആൾക്കാരും ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ആക്ഷേപം ഏറ്റുവാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ സത്യസന്ധമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇരകളായി പോകുന്ന മനുഷ്യരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ വളരെ ഭീകരമാണെന്നും പലതരത്തിലും സപ്പോർട്ട് നമുക്ക് കിട്ടത്തില്ല, പലതരത്തിലും ആൾക്കാർ നമ്മൾ ആക്രമിക്കത്തേ ഉള്ളൂ എന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാനത് നോക്കാൻ നേരത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായമാണ് എനിക്ക് അതിനകത്തുനിന്ന് കിട്ടും. പല ആൾക്കാരും കമന്റ് ബോക്സിൽ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു, പല ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നു. പെട്ടെന്നാണ് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഫോളോവേഴ്സിൻ്റെ കൗണ്ട് ഭയങ്കരമായിട്ട് രീതിയിൽ കൂടുന്നു. പല ആൾക്കാരും എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു, ഞാൻ അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ യൂട്യൂബിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉയർന്നു. ഇപ്പോൾ ഏതാണ്ട് 25,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്താറാവുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം വളരെ പെട്ടെന്നാണ് ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. അപ്പം കുറച്ചെങ്കിലും ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ചില ആൾക്കാരെങ്കിലും നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഈ നാട്ടിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പലരും പറയാതിരിക്കുന്ന ഈ മുനമ്പത്തിന് വേണ്ടി പല ആൾക്കാരും പറയുന്നത്. നമ്മുടെ കേരളത്തിലെ മീഡിയ പോലും മര്യാദയ്ക്ക് മുനമ്പത്തെ മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ കേരളത്തിലെ മീഡിയ ഒക്കെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് മുനമ്പത്തെ മനുഷ്യർക്ക് വേണ്ടി. ബംഗാളിലെ ഹിന്ദുസ് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ നേരത്ത് ഇന്ത്യക്കുള്ളിൽ ജീവിക്കുമ്പോൾ ഒരു ഭാഗം ആൾക്കാരെ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർ പെട്ടെന്നൊരു ദിവസം അഭയാർത്ഥികളായി വന്നു. ഈ വഖഫ് ബില്ല് പാസ്സാകുന്ന ഒറ്റ പേരിൽ പെട്ടെന്ന് ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചു വിടുന്നു, അവരുടെ വീടുകൾ ഇല്ലാതാക്കുന്നു, ചുട്ടരിക്കുന്നു, അവരുടെ കടകൾ കൊള്ളയടിക്കപ്പെടുന്നു, സ്ത്രീകളും കുട്ടികളും അഭയാർത്ഥികളായി മാറുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ റിയാക്ട് ചെയ്യണ്ടേ? അത് റിയാക്ട് ചെയ്യാൻ നേരത്ത് ഇവിടെ കുറേ ആൾക്കാർ മുന്നാസംഖ്യ വിളിയായിട്ടാണ് വന്നിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ എനിക്കിത് പറയാനുള്ളൂ. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരു കാരണവശാലും സപ്പോർട്ട് കിട്ടാത്ത രീതിയിൽ സംസാരിക്കരുതെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല അവസ്ഥ. ആൾക്കാരും സപ്പോർട്ട് ചെയ്യാനുണ്ട്, വലിയ രീതിയിൽ ആൾക്കാർ നമ്മളെ പിന്തുണയ്ക്കുന്നു. ഇന്നലെ മാത്രമേ എനിക്കുണ്ടായ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് എത്രയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി എനിക്ക് പറയാനുള്ളത്, എത്ര ആണെന്നുണ്ടെങ്കിലും നമ്മൾ ശരിയുടെ പക്ഷത്ത് നിന്നാൽ പതിയെങ്കിലും ആൾക്കാർ നമ്മളെ പിന്തുണയ്ക്കും എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഈ മുനമ്പത്തെ വിഷയം പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാത്ത ആളല്ല, ഞാൻ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദി ഗവൺമെൻറ് നല്ല കാര്യം ചെയ്താൽ ഞാൻ പിന്തുണയ്ക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരു സിസ്റ്റം വെച്ച് മോദി എന്ത് കൊണ്ടുവന്നാലും നമ്മൾ എതിർക്കണം എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇപ്പോൾ ആർട്ടിക്കിൾ 370 മോദി കൊണ്ടുവന്നതാണ്. അത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് സമാധാനത്തോടെ ഞാനും നിങ്ങൾ ഇന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 370 കൊണ്ടുവന്നതിൻ്റെ ഫലമാണ് ഇന്ന് കാശ്മീരിൽ കുട്ടികൾ കല്ലെറിയുന്നില്ല, അവർ സ്കൂളിലാണ് പോകുന്നത്. പാകിസ്ഥാന്റെ പതാക അവിടെ ഇല്ല, ഇന്ത്യയുടെ പതാകയാണ് നമ്മൾ കാണുന്നത്. കാശ്മീർ ഇന്ന് ശാന്തമാണ്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും അവിടെ പോയി മഞ്ഞ് കളിക്കാം എന്നുള്ള രീതിയിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നു, അവിടെ വികസനം ഉണ്ടാവും. കാരണം മോദിയാണ്. ഇപ്പോൾ മോദിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഞാൻ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഉദാഹരണം നമ്മുടെ നാഷണൽ ഹൈവേ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വലിയ വിപ്ലവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാരൊക്കെ ഇത് പറയാൻ നേരത്ത് പറയുന്നുണ്ട്, ഇതിപ്പോഴാണോ ചൈനയൊക്കെ നമ്മളൊക്കെ മുമ്പിലാണെന്ന് പറയുന്നത്? ഇപ്പോഴാണോ എന്നാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇപ്പോഴല്ലേ ഇതൊക്കെ സാധിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ റെയിൽവേയെ ബന്ധപ്പെട്ട് നോക്കുക, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം നമ്മൾ നോക്കുക. ഇപ്പോൾ എയർപോർട്ട് മാതൃകയിൽ പല റെയിൽവേ സ്റ്റേഷനും വരുന്നുണ്ട്. വന്ദേ ഭാരത് വരുന്നു, നമുക്കിനി ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുന്നു. രാജ്യത്ത് പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ വരുന്നു. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനെങ്ങനെയാണ് വെറുതെ ഇരുന്ന് മോദിയെ കുറ്റം പറയുന്നത്? ഇപ്പം നമ്മൾ വഖഫ് ഭേദഗതി എന്ന് പറയുന്നത്, ഞാൻ വഖഫ് എന്ന് പറയുന്ന അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസത്തെ ഒന്നും എതിർക്കുന്ന ആളൊന്നുമല്ല. ഞാൻ അങ്ങനെ എതിർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മുസ്ലിമായിട്ട് വ്യക്തി അവരുടെ മതവിശ്വാസ പ്രകാരം അവരുടെ ദൈവത്തിന് കൊടുക്കുന്ന സ്വത്താണ് വഖഫ്, ശരി. പക്ഷെ ഇതിനകത്ത് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്തു വെച്ച ചതിയുണ്ട്. 1995-ലും 2013-ലും. ഇത് തുറന്നു പറയണ്ടേ? നമ്മൾ തുറന്നു പറയാതെ എന്ത് ചെയ്യും? നമ്മളെന്തിനാ വായ് മൂടി കെട്ടിയിരിക്കുന്നത്? അതൊരു ചതിയാണ്. ആ ചതിയുടെ ഫലമല്ലേ ഈ പാവം മുനമ്പത്തെ മനുഷ്യർ ഉൾപ്പെടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളും 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ വരെ
ഇവർ അവകാശവാദം ഉന്നയിക്കും. സെക്ഷൻ 14 ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക, നമ്മൾ ഞെട്ടിപ്പോവും. ഈ ജനാധിപത്യം നിലനിൽക്കുന്ന നാട്ടിൽ, മതേതരത്വം നിലനിൽക്കുന്ന നാട്ടിൽ, ഈ ഭരണഘടന നിലനിൽക്കുന്ന നാട്ടിൽ ഇതുപോലൊക്കെ കോടതിക്ക് പോലും അവകാശങ്ങളില്ലാത്ത നിയമങ്ങളുണ്ടെന്ന് പറയുന്നത് നമ്മൾ ഞെട്ടിപ്പോകത്തില്ലേ? അപ്പം വഖഫ് ഭേദഗതി നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ വഖഫിലേക്ക് പോകണം എന്ന് പറയുന്നതിനൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതൊക്കെ പോട്ടെ, അത് അവരുടെ വിശ്വാസമുണ്ട്, അവരുടെ വിശ്വാസപ്രകാരം. പക്ഷെ കളക്ടർ വരുന്നതിനോടോ അല്ലെന്നുണ്ടെങ്കിൽ വഖഫ് ഭേദഗതി നിയമത്തിനോടോ ഞാൻ എതിർക്കുന്ന ഒരാളൊന്നുമല്ല. കാരണം ഇതെല്ലാവരെയും ബാധിക്കുന്ന ഒരു ഇഷ്യൂ കൂടിയാണ്, മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു ഇഷ്യൂ അല്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പോഴും ഞാനിവിടെ പറയാൻ നേരത്ത്, മോദിയെ സപ്പോർട്ട് ചെയ്യാൻ നേരത്ത് മുസ്ലിങ്ങൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് സംസാരിക്കാറുണ്ട്. മണിപ്പൂരുമായി ബന്ധപ്പെട്ട്, മണിപ്പൂരിനെ പറ്റി പറയാനെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മണിപ്പൂർ ഇന്ന് തുടങ്ങിയ പ്രശ്നമില്ല, മണിപ്പൂർ കാലങ്ങളായി തുടങ്ങുന്ന വർഷമാണ്. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ പരാജയമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വിമർശിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വിമർശിക്കാറുണ്ട്. ആൾക്കൂട്ട അതിക്രമത്തിനെതിരെ നമ്മൾ സംസാരിക്കാറുണ്ട്. പശുവിൻ്റെ പേരിൽ ഇപ്പോൾ മോഷ്ടിക്കപ്പെടുന്നതും കേസുണ്ട്. ഞാൻ എല്ലാം പറയണമല്ലോ, മോഷ്ടിക്കപ്പെടുന്നതും കേസുണ്ട്, ഇല്ലെന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ഇതൊക്കെ നമ്മൾ എടുത്തു പറയാറുണ്ട്. പക്ഷേ നമ്മൾ ബംഗാളിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ മുനമ്പത്തെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ നേരത്ത് ഈ സംഘിവിളികൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താണ് പറയുന്നത്, മുന്നവിളികളാണ് വരുന്നത്. ഇതത്ര നിഷ്കളങ്കമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം നിരാശയോടെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടത്. നമ്മളിത് പറയാൻ നേരത്തെ കേരളത്തിലെ സൊസൈറ്റിയിൽ നിന്ന് വേണ്ട രീതിയിൽ പിന്തുണ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ക്ലിയർ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഞാനൊരു മതത്തിനും എതിരല്ല, ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും മതമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിലും സുഖവും സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ട ഒരു നാട്ടിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കാണിക്കുന്ന കലാപരിപാടിയോട് ഞാൻ എതിർപ്പാണ്. എനിക്ക് അതിനോടൊന്നും വലിയ യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും സെക്യുലർ പാർട്ടിയില്ല. എല്ലാവരും മതപ്രീണനം നടത്തി മുമ്പോട്ട് പോകുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടീസാണ്. ഇനി വന്നു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും പറയാം ഏതെങ്കിലും ഒരു സെക്യുലർ പാർട്ടിയുണ്ട്. അതല്ലാതെ ഇന്ത്യയിൽ ഒരൊറ്റ പൊളിറ്റിക്കൽ, അത് ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു തരത്തിലും ഞാൻ BJP-യേക്കാൾ കൂടുതൽ വർഗീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കോൺഗ്രസ് ആണ്. കാരണം ഇവരുണ്ടാക്കി വെക്കുന്ന കുറേ നിയമങ്ങളുണ്ട്. അതിൻ്റെ ഫലമാണ് ഇപ്പം മുനമ്പത്തുകാർ അനുഭവിച്ചത്. അവിടെയാണ് ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം വന്നത്. ഈ നിയമം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ നിന്നുകൊണ്ടാണ്. അന്ന് ഇവർ ചെയ്തത് മതപ്രീണനം കൊണ്ടാണ്. ഇവരുടെ പല സ്റ്റേറ്റ്മെൻറ്റും, രാഹുൽ ഗാന്ധിയും മോദിയും, ഇവരെ രണ്ടുപേരും കമ്പയർ ചെയ്യുകയാണെന്ന് ഞാൻ ഉറപ്പായിട്ടും മോദിയെ സെലക്ട് ചെയ്യും. കാരണം രാഹുൽ ഗാന്ധിക്ക് കഴിവില്ലാത്ത ഒരാളാണ്. ഇന്ത്യയിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ്. എല്ലാ നാട്ടിലും പ്രതിപക്ഷം വേണം, എന്നാലേ നമ്മുടെ രാജ്യത്തെ ഈ ജനാധിപത്യം നല്ല രീതിയിൽ പോകുന്നു. പക്ഷേ ഈ നാട്ടിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞ സാധനമില്ല. രാഹുൽ ഗാന്ധി ഊതി വീർപ്പിച്ചൊരു ബലൂണാണ്. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, രാഹുൽ ഗാന്ധി ആ നെഹ്റു ഫാമിലി ജനിച്ചത് കൊണ്ട് മാത്രം ഇന്ന് ഭാവി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തും ഇരിക്കുന്ന വ്യക്തികളെ എത്രയോ ആൾക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പൊസിഷനിൽ എത്തുന്നില്ല? കാരണം ഇതൊരു ഫാമിലി ട്രസ്റ്റ് പാർട്ടിയാണ്. ഇത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മോദിയെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും മോദി സാധാരണക്കാരനൊരു വ്യക്തിയായിരുന്നു. അവിടുന്ന് കയറി വന്ന ഒരാളാണ് ഇന്ത്യ പ്രധാനമന്ത്രി കസേരയിൽ. പക്ഷെ അതുപോലല്ല രാഹുൽ ഗാന്ധി. നമ്മളിത് കുടുംബാധിപത്യമാണ്. ഈ കുടുംബാധിപത്യത്തിന് ജയ് വിളിക്കേണ്ട കാലത്തൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയാൻ നേരത്ത് ഈ രാഹുൽ ഗാന്ധി ഒന്നും കൂടെ മത്സരിക്കും, ഭാവി പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തോക്കും. പിന്നെ വരാൻ പോകുന്നത് ഈ ഷാഫി പറമ്പലിനൊക്കെ ഇതിൽ കഴിവുണ്ട് രാഹുൽ ഗാന്ധിയൊക്കെ, പക്ഷേ എത്തതില്ല. ഇനി വരാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് ഒരു മോനുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ 10-18 വയസ്സും കഴിഞ്ഞു. ഇനി അടുത്ത ഭാവി പ്രധാനമന്ത്രി പ്രിയങ്ക ഗാന്ധിയുടെ മോനാണ്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വരും. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. ഇത് ഞാൻ തുറന്നു പറയാറുണ്ട്. ഞാൻ എന്തിനാ പേടിക്കുന്നത് ഇതൊക്കെ പറയാൻ വേണ്ടി? എന്തിനാ പേടിക്കുന്നത്? BJP-ക്ക് ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ട്, നമ്മൾ പറയാറുണ്ടല്ലോ. എന്താ കുഴപ്പം? ആൾക്കൂട്ട അതിക്രമത്തിനെതിരെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെക്യുലർ അല്ലത്. ഈ നാട്ടിൽ സെക്യുലർ അല്ലാത്ത ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ്. ഇവർ ഭയങ്കര പ്രീണന രാഷ്ട്രീയം, കുത്തിത്തിരിപ്പ്, മതപരമായിട്ട് ധ്രുവീകരണം ഉണ്ടാക്കുക, ജാതിപരമായിട്ട് ധ്രുവീകരണം ഉണ്ടാക്കുക, ഇവരുണ്ടാക്കി വെക്കുന്നിടത്തു നിന്നാണ് BJP നേട്ടം കൊയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉള്ളിടത്തോളം കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി സുഖമായിട്ടിരിക്കും. ഇത് വ്യക്തമായിട്ടൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ BJP-യുടെ ഐശ്വര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇതുവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ എങ്ങനെയാണ് പിന്നെ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്, ഇവരുടെ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഇപ്പം ഈ രാജ്യത്തെ എമർജൻസി ആലോചിച്ച് നോക്കൂ. ഇവരാണ് ഉണ്ടാക്കി വെച്ചത്. ഈ രാജ്യത്ത് ഭരണഘടന കത്തിച്ച ടീമാണ് ഇവർ. സഞ്ജയ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ മോൻ, ഹിറ്റ്ലറിൻ്റെ മാതൃകയിൽ ഒരു ക്യാമ്പ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് വന്ധീകരിച്ച ആളാണ്. ഇന്ന് ഇവിടെ കോൺഗ്രസിന് ജയ് വിളിക്കുന്ന പലരുടെ അച്ഛനും സഞ്ജയ് ഗാന്ധിയുടെ മുമ്പിൽ കിട്ടിയായിരുന്നെങ്കിൽ ഇന്ന് ജയ് വിളിക്കാൻ ഇവരില്ല. ഇത് സത്യത്തിൽ ഇവിടെ ആരും മനസ്സിലാവുന്നില്ല. ഈ നാട്ടിൽ നമ്മൾ സിഖ് കലാപത്തിൽ കൈയും കെട്ടി നോക്കിയിരുന്ന ആടെ പേരെന്താ? രാജീവ് ഗാന്ധി. ഇതേ
രാഹുൽ ഗാന്ധിയുടെ അച്ഛനാണ്. നമ്മൾ ഈ ഭരണഘടന ഉയർത്തി ഇവർ കാണിക്കാൻ നേരത്ത് നമ്മളിവിടെ പറയാറുണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഇത്രത്തോളം 2000-ഓളം മനുഷ്യരാണ് സിഖ് കലാപത്തിൽ മരണപ്പെട്ടു പോയത്. ആരാണ് ഉത്തരവാദി? കൈകെട്ടി നോക്കി നിന്നു രാജീവ് ഗാന്ധി. എത്രയോ മനുഷ്യരുടെ കാരണം. ഇത് പറയട്ടെ, ഈ കാശ്മീരി പണ്ഡിറ്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാശ്മീരി പണ്ഡിറ്റുകളെ പറ്റി ഇവിടെ ആരും പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ കാശ്മീരി പണ്ഡിറ്റുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മതേതരം നല്ലതാവും. എന്തിന്? കാശ്മീരിൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ ന്യൂനപക്ഷമാണ്. പെട്ടെന്നൊരു ദിവസം അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അവരിപ്പോഴും ഇവിടെ ഡൽഹിയിൽ അഭയാർത്ഥികളായിട്ട് നിൽക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ആവും, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഖ്യയാവും. നമ്മളൊരു സൈഡിൽ മോദിയെ വിമർശിച്ചാലും നമ്മളൊരു സൈഡിൽ ഈ ഇതുപോലുള്ള രാഹുൽ ഗാന്ധിയോ അല്ലെന്നുണ്ടെങ്കിൽ കാശ്മീരി പണ്ഡിറ്റുകളെയോ അല്ലെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ ഹിന്ദുസിനെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മുനമ്പത്തെ ഈ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളൊരു 610 കുടുംബമുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മുന്നായി മാറുകയാണ്. അതൊന്നും വേണ്ട. ഞാനിവിടെ കൃത്യമായിട്ടൊരു കാര്യം പറയാം. ഞാനിവിടെ ഫേക്ക് മതേതരത്വം പറയാനിരിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ശരിയായിട്ടുള്ള കാര്യം പറയുകയാണ്. പക്ഷേ എനിക്ക് സപ്പോർട്ട് വളരെ കുറവാണ് കിട്ടുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നലെ എനിക്ക് മനസ്സിലായി, പറഞ്ഞാൽ സപ്പോർട്ട് കിട്ടും, കുറച്ചെങ്കിലും ആൾക്കാർ നമ്മളെ കേൾക്കാനുണ്ട്, അവരിൽ നിന്നും വലിയൊരു മാറ്റം നാളെ സംഭവിക്കുമെന്നും. എൻ്റെ കൂടെ തുടങ്ങിയ പല ആൾക്കാരും 1,00,000 മുകളിൽ ഫോളോവേഴ്സൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്, ഒരു ഫേക്ക് സെക്യുലറിസം എന്ന് പറയുന്നത്. ഇവിടെ ഞാനിരുന്ന് ഡെയിലി ഒരു കാര്യമില്ലാതെ മോദിയെ വിമർശിച്ച് കഴിഞ്ഞാൽ, ഡെയിലി ഒരു കാര്യമില്ലാതെ അമിത്ഷയെ വിമർശിച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ പെട്ടെന്ന് എനിക്ക് 1,00,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. എനിക്ക് പേരെടുത്ത് പറയാൻ അറിയാവുന്ന എൻ്റെ കൂടെ തുടങ്ങിയിട്ടുള്ള ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ നാളെ ഒരു BJP ഒരു തെറ്റ് കാണിച്ചാൽ വിമർശിക്കും, ഞാൻ കോൺഗ്രസ് ഒരു തെറ്റ് കാണിച്ചാൽ വിമർശിക്കും, CPM ഒരു തെറ്റ് കാണിച്ചാൽ വിമർശിക്കും. ആരും ഒരു തെറ്റ് കാണിച്ചാലും നമുക്ക് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയും. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ പറയുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതല്ലാതെ ബംഗാളിലെ ഹിന്ദുസ്, ഞാൻ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഹിന്ദുസ് എന്ന് പറയുന്ന വ്യക്തികൾ, ഞാൻ ഇപ്പോഴും പറയും, ഈ രാജ്യത്ത് സെക്യുലറിസം എന്ന് പറയുന്ന ഒരവസ്ഥയെ പറ്റിയാണ് ഇവർ. അത് നിലനിൽക്കുന്നത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ്. അത് പല ആൾക്കാരും പറയാൻ നേരത്ത് ഇവർ ബഹളം വെക്കും. രാജ്യത്തിൻ്റെ അവിടെ എവിടെയും കോണുകളിൽ നടക്കുന്ന ചെറിയ ഒറ്റപ്പെട്ട സംഭവമൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ പോലും ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം 80% അല്ലെങ്കിൽ 70% ഹിന്ദുസും ഈ രാജ്യത്തുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം മതേതര രാജ്യമായി നിലനിൽക്കുന്നത്. നമ്മൾ ആരും ഏകദൈവ വിശ്വാസികളല്ല. അപ്പോൾ നമ്മളാരും ആക്രമിക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ പെടുന്ന കുറച്ച് മനുഷ്യർ വെസ്റ്റ് ബംഗാളിൽ ആക്രമിക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽപ്പെടുന്ന, ആ വിഭാഗത്തിൽപ്പെടുന്ന ഞാനുകൂടി പ്രതികരിക്കണ്ടേ, ഞാനുകൂടെ പ്രതിഷേധിക്കണ്ടേ? അതിലേ ഞാൻ പറഞ്ഞോളൂ. അത് പറയാൻ നേരത്തെ ഞാനെങ്ങനെ മുന്നേ ആവും? അപ്പോൾ ഞാൻ ആ വെസ്റ്റ് ബംഗാളിലെ ഹിന്ദുസിനെ പറ്റി പറഞ്ഞാൽ ഞാൻ മുന്നേ ആവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ആ രീതി എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അതെന്തൊരു രീതിയാണ്? ഇപ്പോൾ ഫലസ്തീനെ പറ്റി നമ്മുടെ നാട്ടിലിരുന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അമ്മാതിരി ഷെയറും കമൻറ്റുമാണ് അതിന് വരുന്നത്. എന്ത്, നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളൊരു സ്ഥലമാണോ ഫലസ്തീൻ? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ഫലസ്തീന് വേണ്ടി ബഹളം വെക്കുന്നു. ഇന്നലെ ഞാൻ നോക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ 2 സഹാക്കന്മാർ കൊല്ലപ്പെട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, പ്രതികരിക്കുന്നില്ല. DYFIയുടെ ദേശീയ നേതാവ് റഹീം മിണ്ടുന്നില്ല. അവരുടെ സഹാക്കന്മാർ അവിടെ കലാപത്തിന് ഇരകളായിപ്പോയി, അതവർ പറയുന്നില്ല. അപ്പോൾ അവിടുത്തെ സ്ത്രീകളെ പറ്റി അവർ സംസാരിക്കുന്നില്ല. അതേസമയം കേരളത്തിലെ മുഖ്യമന്ത്രി ഫലസ്തീന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു അവരുടെ പാർട്ടി പരിപാടിയിൽ. എവിടെ ഫലസ്തീൻ എവിടെ കിടക്കുകയാണ്? നമ്മുടെ നാടുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊരാൾക്ക് ഒരു തൊഴിൽ തരുന്നുണ്ടോ ഫലസ്തീൻ? പക്ഷേ എന്തുകൊണ്ടാണ്? അതിലൊരു മതത്തിൻ്റെ കണക്ഷനുണ്ട്, ഒരു വോട്ട് ബാങ്ക് കളക്ഷനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പച്ചക്കങ്ങ് പറയാണ്. അതൊരു മതത്തിൻ്റെ കണക്ഷൻ. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ഫലസ്തീന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരല്ലേ. അതവരുടെ വിശ്വാസമാണെങ്കിൽ അത് പോട്ടെ. ഫലസ്തീനിലെ സാധാരണക്കാർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാറുണ്ട്. ഇസ്രായേലിലെ സാധാരണക്കാർക്ക് ഒക്ടോബർ 7-ാം തീയതി ഇരകളായി പോയവർക്ക് വേണ്ടി, അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മളൊന്നും ഹമാസിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നുമില്ല. അതൊക്കെ ഭീകരവാദ സംഘടനയാണ്. കാശ്മീരിലൊക്കെ വന്ന് നമുക്കെതിരെ പോരാടുന്നവരാണ്. അവരൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ തുറന്നു പറയുകയല്ലേ. തുറന്നു പറയാൻ നേരം നമുക്കുണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ആക്രമണമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ചില കോണുകളിലെങ്കിലും വളരെ പോസിറ്റീവായിട്ട് ചില ആൾക്കാരെങ്കിലും ഇന്നലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് സംസാരിച്ചു. കുറേ ആൾക്കാരെങ്കിലും എന്നെ വിളിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ വിളിക്കരുത്, മെസ്സേജ് അയച്ചാൽ ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടു. അപ്പം ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് എനിക്ക് ഇന്നലെ സബ്സ്ക്രൈബേഴ്സ് കൂടി. കുറേ ആൾക്കാർ നമ്മളെ യൂട്യൂബിൽ വന്ന് പിന്തുണച്ചു എന്നുള്ളതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണച്ചു. കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടു എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷമുണ്ട്. കുറച്ച് ആൾക്കാരെങ്കിലും നമ്മൾ പ്രതികരിക്കുന്ന കാണാൻ നേരത്തെ ചെറിയ രീതിയിലെങ്കിലും സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. ചെറിയ രീതിയിൽ നമുക്ക് വലിയ രീതിയിൽ 1-2 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ചാനലായിട്ട് മാറിയില്ലെങ്കിലും
നമുക്ക് 25,000 ഫോളോവേഴ്സ് ഉള്ള ഒരു കുഞ്ഞു ചാനലായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നുണ്ട്. നമ്മളോടൊപ്പം തുടങ്ങിയവർ ചെറിയ രീതിയിൽ ഉടായ്പും അതേതരത്തൊക്കെ പറഞ്ഞ് ഞാൻ സത്യസന്ധത പറയാം, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് വെറുതെ മോദിയെ എന്തെങ്കിലും പറയുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ പോരെ. ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത മോദിയുടെ ഒരു പോളിസി ആയിരുന്നു അഗ്നിവീർ പ്രോജക്റ്റ്. ഞാൻ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഓടാൻ പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ ആർമി ജോലിക്കാർ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇന്ത്യൻ ആർമി ജോലിക്കാർ അതായത് ദേശസ്നേഹമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു 18 വയസ്സുകാരൻ ആർമി ജോലിക്ക് പോകുന്നതിനകത്ത് 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, അവനൊരു സ്പിരിറ്റ് ഉണ്ട് രാജ്യത്തോട്, ആ സ്പിരിറ്റ് എനിക്കുണ്ട്. 2, നമുക്കൊരു ചെറിയ ജോലി വേണം, നമുക്കൊരു വരുമാനം വേണം, നമ്മുടെ വീടൊന്ന് സെറ്റ് ആകണം, നമുക്കൊരു വീട് കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജോലി കൂടി വേണം. അതിനുവേണ്ടിയാണ് ഒരു 18 വയസ്സുകാരൻ അവൻ പഠിക്കുന്ന സമയത്ത് പോകുന്നത്. അപ്പോൾ അതൊരു 3-4 വർഷത്തേക്ക് അക്ടീവറായിട്ട് തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മുമ്പിൽ ഒരു സ്പേസ് വരും, ബ്ലാങ്ക് ആയിപ്പോവും. നമുക്കൊരു 10-15 അല്ലെങ്കിൽ 20 വർഷം സർവീസ് ചെയ്തിട്ട് വരാൻ നേരത്ത് അവന് കിട്ടുന്ന ഒരു 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 ഫിനാൻഷ്യൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാമ്പത്തികപരമായിട്ടൊരു അടിത്തറയുണ്ട്. അതില്ലാതായിട്ടാണ് ഇപ്പോൾ ചെറുപ്പക്കാർ വരുന്നത്. നമ്മളൊരു PSC എങ്ങനെയാണ് വരുന്നത് അതേനേക്കാൾ ഭീകരമാണ് ഇന്ത്യൻ ആർമിയിൽ ഒരു ജവാനായിട്ട് കയറുന്നത്. കാരണം നമ്മൾ അത്രയും ഒരു 5.5 മിനിറ്റിനുള്ളിൽ 1.5 കിലോമീറ്റർ ഓടിക്കയറണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് 100 പേരെ വെച്ചാണ് ഓടിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ, മെഡിക്കലൊക്കെ പാസ്സാകുന്ന നിങ്ങൾ വിചാരിക്കുന്നില്ല. എല്ലാം കഴിയുമ്പം റിട്ടേൺ എക്സാം ഉണ്ട്, ഇത് കഴിയുമ്പോൾ ലിസ്റ്റ് വരും, ഇത് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവനൊരു 4 വർഷത്തെ സർവീസ് കിട്ടി ഒരു ഇത്ര ലക്ഷം രൂപ കിട്ടും, ശരിയാണ്. പക്ഷെ അവൻ പുറത്തേക്കാണ് വരുന്നത്, പിന്നെ അവൻ തൊഴിലില്ലാത്തവനായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോളിസിയോട് എനിക്കെതിരെ അഭിപ്രായമാണ്. പക്ഷേ ആർട്ടിക്കിൾ 370 നരേന്ദ്രമോദി ചെയ്തത് ഞാൻ എങ്ങനെ പിന്തുണയ്ക്കാതിരിക്കും? ആർട്ടിക്കിൾ 370 മോദി അല്ലാതെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇന്ന് ഇന്ത്യ ശാന്തമല്ലേ? അവിടെ എവിടെയെങ്കിലും പൊട്ടുന്നുണ്ടോ? ഇല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. കേരളത്തെക്കാൾ വലിയ രീതിയിലുള്ള പ്രോജക്റ്റുകൾ നമ്മുടെ കേരളത്തിന് പുറത്ത് ഭയങ്കര സ്പീഡിൽ നിതിൻ ഗഡ്കരി മോദി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഞാൻ ഓപ്പണായിട്ട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പിന്തുണ ഇത്രയുള്ളെങ്കിലും പക്ഷേ ഇന്നലെ എനിക്ക് മനസ്സിലായി ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നവർ നമ്മുടെ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഇനിയും ഞാൻ ബംഗാളിലെ ഹിന്ദുസിന് വേണ്ടിയും മുനമ്പത്തെ മനുഷ്യർക്ക് വേണ്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇരകളായി പോകുന്നത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഇരകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അതല്ല നമ്മൾ പലസ്തീൻ ഇരകൾക്കൊപ്പം സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ബംഗാളിലെ ഹിന്ദുസിനൊപ്പം സംസാരിച്ചുകൂടാ? അതുമാത്രം എങ്ങനെയാണ് ഈ നാട്ടിൽ കുറ്റമാകുന്നത്? ആ ഒരു കുറ്റത്തിനോടൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും ഇരകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ബംഗാളിലെ ഹിന്ദുസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനിയും സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ പിന്തുണ മാത്രം